ഹായ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ചേന നടുന്നതിനെ പറ്റിയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും ഏകദേശം ഒരു 10-20-25 മൂട് ചേനയെങ്കിലും നടാറുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചേന നടാറുണ്ട്. അപ്പോൾ നമ്മൾ അയ്യൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചേന നടാനായിട്ട് നമ്മൾ വിളിച്ചിരിക്കുന്നത് ലാസർ എന്ന് പറയുന്ന ഒരു ചേട്ടനെയാണ്. ചേട്ടനിവിടെ ഇടയ്ക്കിടയ്ക്ക് പണിക്കൊക്കെ വരുന്നതാണ്. പക്ഷെ നല്ല കഠിനാധ്വാനിയാണ്. നല്ല വയസ്സുണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് നല്ല പ്രായം തോന്നുന്നുണ്ട്. പക്ഷെ നല്ലതുപോലെ പുള്ളിക്കാരൻ വർക്ക് ചെയ്യും. വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കത്തില്ല. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ചേട്ടനാണ് കേട്ടോ. ലാസർ എന്നാണ് പേര്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചേന നടാനായിട്ട് വിളിച്ചപ്പോൾ ചേട്ടൻ രാവിലെ തന്നെ വന്നു. രാവിലെ തന്നെ തുടങ്ങിയ പരിപാടിയാണ്. ചേട്ടനിങ്ങനെ കരിയിലൊക്കെ ഒരിടത്തേക്ക് കൂട്ടിയൊക്കെ മാറ്റുന്നുണ്ട്. പിന്നെ ഭയങ്കര അടുക്കും ചിട്ടയൊക്കെയാണ് കേട്ടോ. നമ്മൾ എന്ത് ജോലിക്ക് വിളിച്ചാലും നല്ല ചിട്ടയോടെ ചെയ്യുന്നൊരു ചേട്ടനാണ് കേട്ടോ. മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ നിൽക്കേണ്ടി വരും. പക്ഷേ ഈ ചേട്ടൻ്റെ അടുത്ത് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിഞ്ഞും കണ്ടും ചെയ്യുന്നൊരു ചേട്ടനാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ വന്നിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തടമൊക്കെ ചെറുതായ തോതിൽ കൊത്തി ഇടുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു, അല്ല എന്തിനാണ് ഇപ്പം ഇത് പിടിക്കുന്നത്, ഇത് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ആർക്കും അയച്ചു കൊടുക്കാനൊന്നും അല്ല, ഇത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലിടാനാണ് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ അത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞു. ചേട്ടന് ഭയങ്കര അറിവൊക്കെ ഉള്ളൊരു ചേട്ടനാണ്. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ചാനലിലൊക്കെ ഇടാനാണെങ്കിൽ ചേന നടുന്നതൊക്കെ കാണിക്കേണ്ടി വരുമല്ലോ, അപ്പം ഞാൻ ചേനയൊക്കെ നട്ട് കാണിക്കാം എന്ന് പറഞ്ഞു. ഇതൊക്കെ ചേന നട്ടതാണ് കേട്ടോ. നട്ട് കരിയിലൊക്കെ വാരിയിട്ടിരിക്കുന്നതാണ്. രാവിലെ തന്നെ വന്ന് പണി തുടങ്ങി. പെട്ടെന്ന് തന്നെ ഓരോ സ്പീഡിലാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഈ നല്ല ഉണക്കായതുകൊണ്ട് തറയെല്ലാം ഇങ്ങനെ തറഞ്ഞു കിടക്കുവാണ്. നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ച് ഇതാക്കിയാൽ നമ്മൾ ആ തറയെല്ലാം ഒന്ന് നമുക്ക് കിളയ്ക്കാൻ പാകത്തിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ചേട്ടൻ അവിടെ ഒരു മാവുണ്ടായിരുന്നു കേട്ടോ. ആ മാവ് ഇങ്ങനെ വല്ലാതെ തറയിലോട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അതിന് കയറൊക്കെ വെച്ച് കെട്ടിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആ മാവ് ഇങ്ങനെ കായ്ച്ചും തുടങ്ങി കേട്ടോ. ചെറിയ തോതിൽ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ അതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് കെട്ടിയൊക്കെ നിർത്തി. ചേട്ടന് ഞാൻ പറഞ്ഞില്ലേ നല്ല അടുക്കും ചിട്ടയാണെന്ന്. നമ്മൾ പറഞ്ഞതല്ല, മാവ് കെട്ടാൻ നമ്മൾ പറഞ്ഞില്ല. പക്ഷെ ചേട്ടൻ അതിനെ ഒരു കയറ് കൊണ്ടൊന്ന് കെട്ടി. ഇവിടെ ആയുർജാക്കിൻ്റെ പ്ലാവിൻ്റെ തൈകളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. കോവൽ നട്ടു വെച്ചിട്ടുണ്ട്. നമ്മൾ ചെറിയ തോതിൽ നമുക്ക് കുറച്ച് അയ്യമേ ഉള്ളെങ്കിൽ നമ്മളവിടെ ഒരു ചെറിയ തോതിൽ നമുക്കൊരു വീട്ടാവശ്യത്തിന് വിളവെടുക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. ചക്കയും മാങ്ങയും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ എല്ലാം മണ്ണൊക്കെ റെഡിയാക്കുന്നുണ്ട്. ചേട്ടൻ ഭയങ്കര തമാശയൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചേട്ടനോട് നിന്നപ്പോൾ ചേട്ടൻ എന്നോട് പല കാര്യങ്ങളിങ്ങനെ പറഞ്ഞു. ചേട്ടനിങ്ങനെ മാരാമൺ കൺവെൻഷന് പോയ കാര്യവും പിന്നെ പല പല കൺവെൻഷനുകൾക്കെല്ലാം പോവും. വീട്ടിൽ നിന്നും ഇതുപോലെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചില ദിവസങ്ങളിൽ പിന്നെ കൺവെൻഷനൊക്കെ പോകാറുണ്ട്. ചേട്ടനതൊക്കെ ഇഷ്ടമാണ് എന്നൊക്കെ എൻ്റെ കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി തമാശയൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ആഫ്രിക്ക അറിയാമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല ചേട്ടാ. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നൈജീരിയ അറിയാമോ? ഞാൻ പറഞ്ഞു, നൈജീരിയയും ഞാൻ കേട്ടിട്ടേ ഉള്ളൂ ചേട്ടാ, ഞാൻ പോയിട്ടില്ല, പോയിട്ടില്ല ചേട്ടാ എന്ന് പറഞ്ഞു. ചേട്ടൻ ചിരിച്ചു ചെറുപുഞ്ചിരിയോടെ.
ചേട്ടൻ വീണ്ടും പണികൾ തുടർന്നു. ഈ പൈപ്പിൽ നമ്മൾ ഹോസ് കണക്ട് ചെയ്തിട്ട് ചേന നടാൻ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം തടം ചെറിയ തോതിൽ വെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ എല്ലാം വെള്ളം നനയ്ക്കുകയാണ് ചേട്ടൻ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചേന നടാനുള്ള ആ ഒരു ഇത് കിട്ടുകയില്ല. അപ്പോൾ ചേട്ടൻ അതെല്ലാം വെള്ളം നനച്ചു ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ചേട്ടൻ ചേന നടാനായിട്ട് കിളയ്ക്കുകയാണ്, കുഴിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, വായോ ഞാൻ നട്ടേ കിളച്ചു തുടങ്ങി, വീഡിയോ എടുക്കാൻ ഓടി വായോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓടി വന്നു, വീഡിയോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ തടം തുറക്കുകയാണ്. തുറന്നെല്ലാം റെഡിയാക്കി അതിനുശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇപ്പം നട്ട് കാണിക്കാം, വീഡിയോ ഒക്കെ എടുത്തോണേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ, ഞാൻ വീഡിയോ പിടിക്കുന്നുണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് നട്ടോളാൻ പറഞ്ഞു. അങ്ങനെയാ നമ്മുടെ ലാസറേട്ടൻ ദാണ്ടേ വീഡിയോ അല്ല കുഴിയെല്ലാം എടുത്തു കഴിഞ്ഞു. എന്നിട്ട് ഇനി പോകുന്നതെന്ന് പറഞ്ഞാൽ വളമെടുക്കാനാണ്. ഞാൻ വിചാരിച്ചു ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ പോകുന്നതെന്ന്. ചേട്ടൻ പോയി നടന്നു പോയിട്ടുണ്ട്, അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തിനു പോയതാണ്, ചേന പൂളൊക്കെ വെട്ടിയത് ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെ ചേട്ടൻ എന്തിനു പോയി. ചേട്ടൻ നോക്കിയപ്പോൾ പോയി വളമൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. അതിന് ശേഷം കൊണ്ടുവന്ന് ഇതിലിടാൻ വേണ്ടിയാണ് ചേട്ടൻ്റെ കാര്യമേ. അതിന് ശേഷം പോയിട്ട് പറക്കെടുത്തുകൊണ്ട് വരികയാണ് വളമൊക്കെ കേട്ടോ. കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ വളമൊക്കെ എന്തിനാണ്? അവൻ പറഞ്ഞു, ചേന വെറുതെ അങ്ങ് നട്ടാൽ മതിയോ, വളമൊക്കെ ഇട്ട് കൊടുക്കണ്ടേ? നമ്മൾ ആദ്യം എല്ലുപൊടിയൊക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തൊക്കെയല്ലേ നമുക്കിത് നടാൻ പറ്റൂ. അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ നട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ചേന വലുതാവണ്ടേ, അപ്പോൾ വളം വേണ്ടേ എന്നൊക്കെ എന്നോട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അതൊരു ശരിയാണല്ലോ ചേട്ടാ, വളം ഉണ്ടെങ്കിലല്ലേ കാര്യം നടക്കൂ. ചേന കിളിച്ച് വലുതാവണ്ടേ, അപ്പോൾ വളം വേണ്ടേ? ഓക്കെ ശരി ചേട്ടാ. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ തടമൊക്കെ എടുത്ത് ചേന നട്ടതിന് ശേഷം ഞാനിങ്ങനെ ചുറ്റും ഒന്ന് അറിഞ്ഞു കൊടുക്കുമെന്ന് പറയും. ഇതിനറിയുക എന്നാണെന്ന് പറഞ്ഞു. എനിക്കിതിന് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ എന്തോ പേര് പറയുന്നതൊന്നും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പോൾ ഈ നട്ടതിന് ശേഷം ഈ ചുറ്റും ഇങ്ങനെ കിളച്ച് കൊടുക്കുന്നതിന് പറയുന്നത് അറിയുക എന്നാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ചേട്ടാ. ചേട്ടാ ഞാൻ ഈ ചേന കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഞാനിങ്ങനെ നട്ടിട്ടൊന്നുമില്ല ചേട്ടാ, കണ്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, ഞാനൊക്കെ സ്ഥിരം ചെയ്യുന്ന പണിയാണിത്. ചേന, കാച്ചിൽ, ചേമ്പ്, ചീനി ഒക്കെ ഞാൻ നടാറുണ്ട് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് അറിഞ്ഞ് പിന്നെ റെഡിയാക്കിയതിന് ശേഷം ചേട്ടൻ പറഞ്ഞു, ഇനി ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഇതിലേക്ക് കരിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കരിയില നേരത്തെ ഞങ്ങൾ ചാക്കിൽ പിന്നെ വാരി വെച്ചിരുന്നതാണ്. അപ്പോൾ അത് ചേട്ടൻ ഇട്ട് കൊടുത്തു. കരിയിലേക്ക് നൈസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നല്ലൊരു സന്തോഷത്തോടെ ചേട്ടൻ നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു താങ്ക് യു എന്ന്. ചേട്ടനോട് ഞാൻ പറഞ്ഞു വെൽക്കം, താങ്ക്സ് ഫോർ വാച്ചിങ്.